നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നല്ല കാലം വന്നെത്തുമ്പോൾ നമ്മൾ വാമൊഴി പോലെ പറയാറുണ്ട് ശുക്രൻ ഉദിച്ചു എന്ന്. അതേ സത്യം തന്നെയാണ്. ശുക്രൻ കല, സാഹിത്യം, നേട്ടങ്ങൾ, സന്തോഷം, ഒരു വ്യക്തി ജീവിതത്തിൽ ആഡംബരമായി ജീവിക്കാനുള്ള ഭാഗ്യം, പ്രണയം, ദാമ്പത്യ ജീവിതത്തിൻ്റെ വിജയം എന്നിവയുടെ ഒക്കെ ദാതാവാണ്. കൂടാതെ അസുരഗുരു കൂടിയാണ്. ഇവിടെ ശുക്രൻ വളരെയധികം ബലവാനായി ജാതകത്തിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശുക്രൻ അടിച്ചു, ശുക്രൻ ഉദിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്. എന്തെന്നാൽ ഒരു വ്യക്തിക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തരുന്നുണ്ട് ശുക്രൻ ശുഭസ്ഥാനത്ത് നിൽക്കുമ്പോൾ. നിലവിൽ മേടം രാശിയിലാണ് ശുക്രൻ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൻ്റെ ഒരു അവസാന സമയത്തോടു കൂടി ശുക്രൻ ചൊവ്വയുടെ രാശിയായ മേടം രാശിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഈ ജൂൺ മാസം 29 വരെ ശുക്രൻ മേടം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സമയം ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ രാജയോഗം രൂപം കൊള്ളുകയാണ്. വെറും രാജയോഗമല്ല, ധനശക്തി രാജയോഗം. ഇതിൻ്റെ ഫലമായി എല്ലാവിധ ഭാഗ്യങ്ങളും വന്നു ചേരുന്നതാണ്. 12 രാശിക്കാരുടെ ജീവിതത്തിലും ഏതെങ്കിലുമൊക്കെ വിധേനയുള്ള മാറ്റങ്ങൾ വന്നു ചേരും. എന്നിരിക്കലും 3 രാശിയിൽ വരുന്ന 9 നക്ഷത്രക്കാർക്കായിരിക്കും ഈ ഭാഗ്യത്തിൻ്റെ ഒരു ആധിക്യം അല്ലെങ്കിൽ ഈ ഭാഗ്യം കൂടുതലായി ലഭിക്കാൻ പോകുന്നത്. വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരും. കലാ, സാഹിത്യം തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് മാറ്റം വന്നു ചേരുന്നതാണ്. കൂടാതെ പ്രണയബന്ധങ്ങളിൽ വിജയം കണ്ടെത്താൻ സാധിക്കും. ദാമ്പത്യ ജീവിതത്തിൽ വളരെ മെച്ചപ്പെട്ട സന്തോഷകരമായ നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോകാനൊക്കെയും ഇവിടെ ശുക്രൻ്റെ അനുഗ്രഹം നിമിത്തം വന്നു ചേരുന്നതാണ് അല്ലെങ്കിൽ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ സർവ്വ ഐശ്വര്യം തന്നെയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് കണ്ണടച്ചു പറയാവുന്നതാണ് ശുക്രൻ അടിച്ചു എന്ന്. അത്രത്തോളം സർവ്വ ഐശ്വര്യമാണ് ഇവിടെ ശുക്രൻ നൽകുന്നത്. അത് 9 നക്ഷത്രക്കാർക്കാണ് ആ മഹാഭാഗ്യം, ശുക്രൻ ഉദിച്ചു എന്ന് പറയത്തക്ക ഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാരിലേക്ക് കടക്കാം. വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ ചൊവ്വയുടെ രാശിയിലും ചൊവ്വ ചിങ്ങരാശിയിലും സ്ഥിതി ചെയ്യുന്നതിലൂടെ ധനശക്തി രാജയോഗം രൂപം കൊള്ളുന്നത് വളരെയധികം അനുകൂല ഫലങ്ങളാണ് സമ്മാനിക്കുന്നത്. അപ്പോൾ ഈ രാശിയുടെ 6ാം ഭാവത്തിലാണ് ശുക്രൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 6ാം ഭാവാധിപനായ ചൊവ്വ 10ാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ രാശിക്കാർക്ക് വളരെ വലിയ ഭാഗ്യമാണ് കൈവരാൻ പോകുന്നത്. വളരെ വലിയ അവസരങ്ങൾ, നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഇതൊക്കെയും കൈവന്നു ചേരുന്നതാണ്. കൂടാതെ ജോലിയിൽ ഉയർച്ചയുണ്ടാകും, സ്ഥാനക്കയറ്റം ഉണ്ടാകും. ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പലവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ സാധ്യമാകുന്നതാണ്. കൂടാതെ ജോലിയില്ലാതെ വിഷമിക്കുന്ന, ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കിയിട്ടും ജോലി ലഭിക്കാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉന്നത പദവികൾ അലങ്കരിക്കാനുള്ള ഭാഗ്യം ഇവിടെ ശുക്രൻ നൽകുന്നുണ്ട്. ശമ്പള വർധനവിനുള്ള ഒരു സമയവും കൂടി അല്ലെങ്കിൽ ഭാഗ്യവും കൂടി ഇവിടെ ശുക്രൻ നൽകുകയാണ്. വിദേശത്തേക്ക് ജോലിക്കായി പോകാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ്. വിദേശ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ മാറി വിദേശത്തേക്ക് പോകാനുള്ള അനുഗ്രഹം കൂടി വന്നു ചേരുന്നതാണ്. കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ടും വിദേശത്തേക്ക് പോയി പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, പുനർപഠനം ആരംഭിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്കും വളരെയധികം അനുകൂലമായ സമയമാണ്. ജോലി മാറ്റത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കും മികച്ച മറ്റൊരു അവസരം വന്നു ചേരാനും മികച്ച മറ്റൊരു തൊഴിലിലേക്ക് എത്തിച്ചേരാനുമൊക്കെ സാധ്യമാകുന്നതാണ്. അപ്പോൾ ഇവിടെ ഏറെ നാളായി അവിവാഹിതരായി തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഉത്തമ ഇണയെ അല്ലെങ്കിൽ ഉത്തമ പങ്കാളിയെ ലഭിക്കാനുള്ള ഭാഗ്യം കൂടി ശുക്രൻ നൽകുന്നുണ്ട്. കാരണം ശുക്രൻ പ്രണയത്തിൻ്റെയും ദാമ്പത്യ ജീവിതത്തിൻ്റെയും ഒക്കെ കാരകനായതിനാൽ തന്നെ ഇവിടെ ശുക്രൻ അനുകൂലമായതിനാൽ തന്നെ അനുകൂല ഫലങ്ങൾ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്നതാണ്. കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ നടക്കാൻ, അതായത് വിവാഹം പോലെയുള്ള ചില മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നുണ്ട്. പുണർദം, പൂയം,
ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റമാണ്. ധനശക്തി രാജയോഗം നൽകുന്നത്. അനുകൂലമായ തീരുമാനങ്ങളൊക്കെ എടുക്കാനുള്ള ഭാഗ്യം കൂടി ഈ ഒരു സമയം നിങ്ങൾക്ക് കൈവരുന്നതാണ്. പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറ്റാനൊക്കെയുള്ള യോഗം കൂടി വന്നു ചേരും. ഗൃഹത്തിൻ്റെ പണികൾ പാതി വഴിയിലായ ആളുകളാണെങ്കിൽ പോലും ശുക്രൻ അനുകൂലമായതിനാൽ തന്നെ ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം കൂടി നൽകുന്നുണ്ട് ശുക്രൻ. അതുകൊണ്ട് തന്നെ എല്ലാം ഝടുതിയിൽ, എല്ലാം വേഗത്തിൽ നടക്കുന്ന ഒരു സമയം കൂടിയാണ് എത്തി നിൽക്കുന്നത്. പുത്തൻ വീട്ടിൽ ആഡംബരത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം നൽകുന്നുണ്ട്. സ്വർണം പോലെയുള്ള പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും നിങ്ങളെ തേടിയെത്തും. അതായത് പുതുഗൃഹത്തിലേക്ക് വാസം തുടങ്ങുമ്പോഴും അല്ലെങ്കിൽ അതിൻ്റെ പാലുകാച്ചിൽ തഴങ്ങ് അതേപോലെ പല കാര്യങ്ങൾ നടത്തുമ്പോഴേക്കും മംഗളകർമ്മങ്ങൾ നടക്കാനും അതുവഴി സമ്മാനാദികൾ ലഭിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ്. പൂർവിക സ്വത്ത് വകകൾ തർക്കങ്ങളിൽ ഏതെങ്കിലും പെട്ട് കിടക്കുകയാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്താനുള്ള ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ശുക്രൻ അനുഗ്രഹമായ നിമിത്തം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ്. വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. വെറും വിജയമല്ല, ഉന്നത വിജയം കരസ്ഥമാക്കാനും ശുക്രൻ അനുഗ്രഹം നൽകുന്നുണ്ട്. കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരാനും നാലാൾ അറിയാനുള്ള ഭാഗ്യമൊക്കെ വന്നു ചേരുന്നതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് അതൊന്ന് വിപുലപ്പെടുത്തണം, അതൊന്നുകൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. ഈ സമയങ്ങളിൽ കോടതിയായി ബന്ധപ്പെട്ട് കോടതി വ്യവഹാരങ്ങളിൽ ഏതെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾ തർക്കത്തിലൊക്കെ കിടക്കുകയാണെങ്കിൽ ആ തർക്കങ്ങളൊക്കെ ഒഴിഞ്ഞ് സന്തോഷകരമായ ഒരു ജീവിതം നിങ്ങളിലേക്ക് എത്തിച്ചേരാനും ശുക്രൻ അനുഗ്രഹിക്കുന്നുണ്ട്. മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്കും വളരെയധികം മാറ്റങ്ങൾ ധനശക്തി രാജയോഗം നിമിത്തം വന്നു ചേരുന്നതാണ്. ശുക്രൻ 11ാം ഭാവത്തിലും ചൊവ്വ 3ാം ഭാവത്തിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ കഠിനമായി നിങ്ങൾ അധ്വാനിച്ചതിൻ്റെ ഫലം നിങ്ങൾക്കിനി ലഭിക്കാൻ പോവുകയാണ്. ഇതുവരെ ഒരുപാട് അധ്വാനങ്ങളൊക്കെ നടത്തിയിരുന്നു, പക്ഷേ അതിൻ്റെ ഒന്നും ഫലം ലഭിച്ചിരുന്നില്ല. എന്നാൽ ഇനി മുതലുള്ള സമയം കഠിനമായി നിങ്ങൾ അധ്വാനിക്കുന്നതിനുള്ള ഫലങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും. പുതിയ വാഹനം വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ ഗൃഹം വാങ്ങാനൊക്കെയുള്ള ഭാഗ്യവും ഗൃഹമൊന്നും ഓടി പിടിപ്പിക്കാനുള്ള യോഗമൊക്കെ ഈ ഒരു സമയത്ത് വന്നു ചേരുന്നതാണ്. കൂടാതെ പുത്തൻ ആഡംബരം കാണിക്കാൻ തക്കവണ്ണമുള്ള പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ്. കാരണം ബുധൻ ആഡംബരത്തിൻ്റെ കാരകൻ കൂടിയാണ്. അതുകൊണ്ട് ബുധനല്ല, ഇവിടെ ആഡംബരത്തിൻ്റെ കാരകനായ ശുക്രൻ വളരെയധികം അനുകൂല ഭാവത്തിൽ തന്നെ ഉള്ളതിനാൽ എല്ലാവിധ ആഡംബരങ്ങളോടുകൂടി ഒരു മനുഷ്യന് ആഡംബരം ഏത് നിലയിൽ കാണിക്കാൻ സാധിക്കും? ആഭരണങ്ങളോടുകൂടി ഉള്ള ഒരു ആഡംബര ജീവിതം നയിക്കാനും ഇവിടെ ഭാഗ്യം വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ ഒരു പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഈ ഒരു സമയം ബിസിനസ്സിലേക്ക് ഇറങ്ങാനുള്ള ഭാഗ്യം കൂടി, അതുവഴി നാലാൾ അറിയപ്പെടുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരാനും ശുക്രൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. ജോലി സ്ഥലത്ത് ചില പുതിയ ഉത്തരവാദിത്വങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള ഒരു സാധ്യത കൂടി ഈ സമയത്തുണ്ടാകും. ബിസിനസ് നടത്തുന്നവർക്കായിരിക്കും ഇതിൻ്റെ ഏറ്റവും ഗുണങ്ങൾ വന്നു ചേരുന്നത്. ബിസിനസ്സിലേക്ക് ഒരു ഡെവലപ്മെൻറ്റ് വന്നു ചേരാൻ പോവുകയാണ്. അവിവാഹിതരായ ആളുകൾക്ക് ഉത്തമ വിവാഹ ആലോചനകൾ വന്നു ചേരുകയും അത് ഉത്തമമായ രീതിയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്തതാണ്. സർക്കാർ ജോലിക്ക് കൂടിയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായി ഓരോ പരീക്ഷകൾ എഴുതി ജോലിക്കായി കാത്തു നിൽക്കുന്ന നിങ്ങൾക്ക് വളരെയധികം മാറ്റത്തിൻ്റെ സമയം തന്നെയാണ്. വിദേശ യാത്രകളോ വിദേശ വാസത്തിനോ ഒക്കെയുള്ള ഭാഗ്യം കൂടി ഇവിടെ ശുക്രൻ നൽകുന്നുണ്ട്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ വളരെയധികം മികവ് പുലർത്താനും പരീക്ഷകളിൽ ഉന്നതമായ വിജയം കൈവരിക്കാൻ കൂടി ശുക്രൻ അനുഗ്രഹം നൽകുന്നു. അപ്പോൾ 9 നക്ഷത്രക്കാർക്കാണ് ശുക്രൻ്റെ ഈ മഹാഭാഗ്യം വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയോടുകൂടി ധൈര്യമായി പോയിക്കൊള്ളുക. നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമയമാണ്.